നമ്മളൊരു എനർജി കൊടുക്കുന്നത്? നമുക്കറിയാം, ലൂസ്ലി ബൗണ്ടഡ് ആറ്റം ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോങ്ലി ബൗണ്ടഡ് ആറ്റം ഉണ്ട്. അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഏതെങ്കിലും ഒന്ന് ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയത്തിൻ്റെതാണെങ്കിലോ ഒരു 1/4πε0 എന്ന് പറയുന്ന വാല്യൂ ഒക്കെ വരിക. റെഡിയാണല്ലോ? പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. നാം ഏവരും ഇന്നൊരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ സ്കൂളും മറ്റും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ മുൻ വർഷങ്ങളിൽ എൻ്റെ കുട്ടിക്ക് ലഭിച്ചിരുന്ന ഉന്നത ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് കരസ്ഥമാക്കാൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയാൽ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള ആശങ്കകൾ ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കിടക്കും എന്ന് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പുതിയ സിസ്റ്റമാണ്. ഒരു പുതിയ സിസ്റ്റത്തെ നേരിടുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നാം തരണം ചെയ്യേണ്ടി വന്നേക്കാം. അത്തരത്തിൽ ഈ ഒരു പുതിയ സിസ്റ്റവും നമുക്ക് മുമ്പാകെ തുടങ്ങുന്ന സാഹചര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മുമ്പാകെ വന്നേക്കാം. എന്നാൽ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഗവൺമെൻറ്റുകളും മറ്റു ഇതര സംഘടനകളും നമ്മളെ സഹായിക്കാൻ നമ്മോടൊപ്പമുണ്ട്. അത്തരത്തിൽ നിങ്ങളെ സഹായിക്കാനായി നമ്മളും AQ ടോക്സ് എന്ന പേരിൽ ഒരു പുതിയ വിർച്വൽ ക്ലാസ് റൂമിന് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. പ്രധാനമായും 8, 9, 10 +1, +2 ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള സയൻസ് വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നാം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വിർച്വൽ ക്ലാസ് റൂം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. തുടർന്നുള്ള നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ മുന്നോട്ട് പോക്കിന് നിങ്ങളുടെ പരിപൂർണമായ സഹകരണവും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും AQ ടോക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 12ാം ക്ലാസ് ഫിസിക്സിലെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. +1 ക്ലാസ്സിൽ നമ്മൾ നിലവിൽ 15 ചാപ്റ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പാർട്ടുകളിലായിട്ട് 15 ചാപ്റ്ററുകളുള്ള പോലെ തന്നെ +2വിലും 15 ചാപ്റ്ററുകൾ 2 പാർട്ടുകളിലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 1ാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ആദ്യത്തെ ഏതാനും ചില ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റിയും അതിൻ്റെ മാഗ്നറ്റിസവുമാണ്. തുടർന്ന് ഒപ്റ്റിക്സ്, കൂടാണ്ട് സെമി കണ്ടക്ടർ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തുടങ്ങിയ കുറച്ച് ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് +2 ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഏതായാലും നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്, ചാർജുകൾ ഒരു ബോഡിയിൽ എങ്ങനെ മേക്ക് ചെയ്യാം, കൂടാണ്ട് കൂളംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഡൈപോള്, ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ട് ഗോസസ് തിയറം, അതിൻ്റെ ഏതാനും ചില അപ്ലിക്കേഷൻസ്. ഇത്രയുമാണ് നമുക്ക് ഏത് ചാപ്റ്ററിൽ, നമ്മുടെ
ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏതായാലും അതിലെ ചില പോയിൻറ്റ്സുകൾ മാത്രമാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ളത് വരും വീഡിയോകളിൽ, വരും ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക് is the branch of physics which deals with the study of properties of charges. ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്ന ഫിസിക്സിലെ ബ്രാഞ്ചാണെന്ന് പറയുന്നത്, ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, ചാർജ്. അപ്പോൾ എന്താ ഈ ചാർജ് എന്ന് പറഞ്ഞാൽ? ചാർജ് എന്താന്ന് ചോദിച്ചാൽ, ചാർജ് ഈസ് എ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ലൈക്ക് മാസ്. മാസിനൊക്കെ പോലെ ഒരു മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണെന്ന് പറയാം ചാർജ് എന്ന് പറയാം. കൃത്യമായിട്ട് ചാർജിന് ഡെഫിനിഷൻ പറയാൻ കഴിയില്ല, നമ്മുടെ ഈ മാസിന് പറയുന്ന പോലെ. മാസിനേത് പറയും പോലെ മാസിന് നമുക്കറിയാം എന്താ മാസ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുണ്ടാകുന്ന മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ കഴിയില്ല. അതേ പ്രകാരം തന്നെ ഇതൊരു മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണെന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത്. ചാർജിനെ പറ്റിയിട്ട് നമ്മൾ മുൻപേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ചാർജിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കൂളംബ്, സി അല്ലേ? ചാർജിൻ്റെ യൂണിറ്റ് കൂളംബ് അഥവാ സി എന്ന് പറയും. അതുപോലെ തന്നെ ചാർജിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് ക്യൂ എന്ന് പറയാറുണ്ട്. ക്യൂവിൻ്റെ സ്മോൾ ലെറ്റർ ക്യൂ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചാർജിനെ എഴുതാറുണ്ട്. അപ്പോൾ ഇത് ചാർജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചാർജിൻ്റെ യൂണിറ്റാണ്. നമുക്കറിയാം ചാർജ് രണ്ട് ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ലൈക്ക് ചാർജുകൾ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് എന്ത് ചെയ്യും? നമ്മളെ അട്രാക്റ്റ് ചെയ്യും. ഒരു പോസിറ്റീവും നെഗറ്റീവും ചാർജ് ആണെന്നുണ്ടെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ വന്നാൽ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് സ്കാലാർ, എന്താ വ്യക്തമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻപേ ഉള്ള ക്ലാസ്സുകളിൽ. അപ്പോൾ ഇത് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്ററല്ല, സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ചാർജുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ്. ചാർജിൻ്റെ ഏതാനും പ്രോപ്പർട്ടീസുകൾ. എന്താണ് ചാർജിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ഒന്ന്, ചാർജ് എന്ന് പറയുന്നത് എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ചാർജ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലെറ്റർ ഓഫ് ക്യൂ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് കൂളംബ്. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി, നമുക്കറിയാം. രണ്ടാമത്തെ പ്രോപ്പർട്ടിയും നമ്മൾ ഇപ്പോൾ പറഞ്ഞു, അഥവാ ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. ഈ കാര്യം പറഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി മുതലാണ് നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ബാക്കി രണ്ട് പ്രോപ്പർട്ടികളും നമുക്ക് അറിയാവുന്നതാണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജസ്. എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജസ്? അങ്ങനെ പറഞ്ഞാൽ ഈ ചാർജിനെ പുതുതായിട്ട് നിർമ്മിക്കാനോ അതല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ കഴിയുള്ളൂ. നമ്മളെ ഈ പറയുന്ന ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ദർ ഈസ് ഓൺലി എ ട്രാൻസ്ഫർ ഓഫ് ചാർജസ്. ചാർജിൻ്റെ ട്രാൻസ്ഫർ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? നടക്കുള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് മറ്റൊരു ഒബ്ജക്റ്റ്, കൂടാണ്ട് ഇതുകൊണ്ട് ഒരു ഒബ്ജക്റ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഡിഫറെൻ്റ് ഒബ്ജക്ട്സുകളാണ് ഈ ഒബ്ജക്ട്സുകൾ. എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തൊക്കെ ചാർജ് ഉണ്ട് കേട്ടോ. ഈ ഒബ്ജക്റ്റുകൾ, ചാർജുള്ള ഒബ്ജക്റ്റുകളെല്ലാം കൂടെ വെച്ചിരിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്താണ്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ അകത്ത്. അങ്ങനെ പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്, ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നതിന് ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ചാർജസ് ഉണ്ട്, ഇതിൻ്റെ അകത്തുണ്ട്. ഈ ചാർജസുകൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാകാം, തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം.
ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാർജുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫറിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ചാർജിൻ്റെ അളവിൽ മാറ്റം വരും, ഇതിൻ്റെ അകത്തും മാറ്റം വരും, ഇതിൻ്റെ അകത്തും മാറ്റം വരാം. പക്ഷേ ഈ ടോട്ടൽ ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ ചാർജിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, അഥവാ കൺസേർവ്ഡ് ആയിരിക്കും. ഇതാണ് ചാർജിൻ്റെ അടുത്ത പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടി, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. എന്താണ്? അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അങ്ങനെ പറഞ്ഞാൽ ഒരു ചാർജ്ഡ് ബോഡീൻ്റെ അകത്തുണ്ടാകുന്ന ടോട്ടൽ ചാർജുകളുടെ അളവ്, അതായത് നാലാമത്തത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. അങ്ങനെ പറഞ്ഞാൽ ഒരു ബോഡി ഉണ്ട്, ആ ബോഡീൻ്റെ അകത്ത്, ഓക്കെ, ഈ ബോഡീൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഏതാനും ചാർജസ് ഉണ്ട്. അപ്പോൾ +2 ഇലക്ട്രോൺ ചാർജ്, +6 ഇലക്ട്രോൺ ചാർജ്, +4 ഇലക്ട്രോൺ ചാർജ്, -2 ഇലക്ട്രോൺ ചാർജ്, -4 അല്ലെങ്കിൽ -3 ഇലക്ട്രോൺ ചാർജസ്. ഇങ്ങനെ ഏതാനും ചാർജസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബോഡിക്കകത്തുണ്ടാകുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി is the individual, it is the product of അല്ലെങ്കിൽ sum of individual, okay, sum of individual charges. അതാണ് എന്തെന്ന് പറയുക? നമ്മുടെ ഇതിൻ്റെ ടോട്ടൽ ചാർജ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയപ്പെട്ടതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചാർജസിൻ്റെ അഡീഷൻ, ചാർജ്, ടോട്ടൽ ചാർജ് +2 ഇലക്ട്രോണ്, +6 ഇലക്ട്രോണ്, +4 ഇലക്ട്രോണ്, -3 ഇലക്ട്രോണ്, -2 ഇലക്ട്രോൺ. ഇത് എത്രയാണ് വരിക? 2, 6, 8, 12, 12 നിന്ന് 5 കുറക്കുന്നു. അപ്പോൾ 12 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 7 ഇലക്ട്രോൺ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചാർജ് ഓൺ എ ബോഡി, ടോട്ടൽ ചാർജ് ഓൺ എനി ബോഡി ഈസ് ദ ഇൻഡിവിജ്വൽ സം ഓഫ് ഓൾ ചാർജസ്. ഓക്കെ, അതാണെന്തെന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത പ്രോപ്പർട്ടി, ഒരു ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി കൂടെ നമ്മൾ ആർക്ക് പറയുന്നുണ്ട്? ഈ ചാർജിന് പറയുന്നുണ്ട്. ചാർജിൻ്റെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. അപ്പോൾ ഇതിൻ്റെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻90 കൂളമാണ്. ഈ ഇലക്ട്രോണിൻ്റെ ചാർജിനോടൊപ്പം എനി ഓൾ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്തിൻ്റെ അളവായിട്ട് നമ്മൾ പറയുക? ചാർജിൻ്റെ അളവായിട്ട് പറയാം. അതായത് ഒരു ചാർജിൻ്റെ വാല്യൂ പറയുമ്പോൾ ഏതെങ്കിലും എത്ര, അപ്പോൾ നമ്മൾ ചാർജിൻ്റെ കണക്ക് പറയുന്ന സമയത്ത് ഒരു ഓൾ നമ്പർ എടുത്തു, അതിനെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ആ ചാർജിൻ്റെ വാല്യൂ എന്ന് പറയാം. ഒരിക്കലും ഓൾ നമ്പർ അല്ലാത്ത, ഇപ്പോൾ ചാർജിന് പറയുമ്പോൾ 1.6 × 10⁻⁻90 × 2 അല്ലെങ്കിൽ 2 × 1.6 × 10⁻⁻90 കൂളം. എപ്പോഴും നമ്മൾ ചാർജിൻ്റെ അളവ് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ ആ ഒരു വാല്യൂ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ചാർജ് എന്ന് പറഞ്ഞാൽ 10 × 1.6 × 10⁻⁻90 കൂളം ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഒരു കാരണവശാലും എന്ത് പറയാറില്ല, അതിൻ്റെ ഏത് രീതിയിൽ പറയാറില്ല? 1.2 × 1.6 എന്ന് പറയാറില്ല, 10⁻⁻90 എന്ന് പറയാറില്ല. കാരണം മറിച്ച് ഈ പോയിന്റ് ഇല്ലാതെ 1 × 2 എന്ന് പറയാം. 1 × 2 ആവാം, 2 × 2 ആവാം, അല്ലെങ്കിൽ 6 × 2 ആവാം, അല്ലെങ്കിൽ 100 × 2 ആവാം, 100 × 1.6 ആവാം, അങ്ങനെയൊക്കെ ആകാം.
പക്ഷെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, പോയിന്റ് വാല്യൂസ് അഥവാ ഹോൾ നമ്പർ അല്ലാത്ത മറ്റൊരു വാല്യൂസ് എന്ത് ചെയ്യാറില്ല, അവിടെ ഉപയോഗിക്കാറില്ല. അതിന് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ ബോഡി ദ ചാർജ്ഡ് എനി ചാർജ്ഡ് ബോഡി is the integral multiple of ഫണ്ടമെൻ്റൽ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത്. എന്താ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഓൾ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ. ആ മൾട്ടിപ്പിളാണ് എന്ത് ചെയ്യുക, നമ്മൾ ചാർജുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ബോഡിയുടെ അകത്ത്, ഇപ്പോൾ ഒരു ബോഡിയാണത്, ഈ ബോഡിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയാം, 2 ഇലക്ട്രോൺ ചാർജ് ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 3 ഇലക്ട്രോൺ ചാർജ് ഉണ്ടെന്ന് പറയാം, 5 അല്ലെങ്കിൽ 100 എന്നൊക്കെ പറയാം, 1000 ഒക്കെ പറയാം. പക്ഷേ എന്തു പറയാൻ പാടില്ല, 1.5 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയാൻ സാധ്യമല്ല. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പ്രകാരം നമുക്ക് എഴുതാകുന്ന ഒരു ഇക്വേഷനാണ് Q = ± NE. എന്താ N എന്ന് പറഞ്ഞാൽ? ഓൾ നമ്പർ, അതായത് 1 2 3 എക്സെട്ര. N = 1 2 3 എക്സെട്ര. E എന്ന് പറഞ്ഞാലോ ചാർജിൻ്റെ അളവ്, = 1.6 × 10⁻⁻90. 1.6 × 10⁻⁻90 കൂളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് അതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, 2 × ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ആണെങ്കിൽ 2 × അപ്പോൾ എൻ്റെ പകരം 2 കൊടുക്കുന്നത് 2 × ഇൻ്റെ ചാർജ് എത്ര, അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണ്. 41.6 × 10⁻⁻90 കൂളം. ഈ ചാർജ് ഇങ്ങനെ ഒരു ചാർജിന് എഴുതാൻ കഴിയുമോ എന്നുള്ളതാണ്, സാറ്റിസ്ഫൈഡ് ആവുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റനിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് ഈ ഇക്വേഷൻ നേരെ എടുത്തെഴുതി അതിന് നേരെ ഒരു മാറ്റം വരുത്തുന്നത് N = Q/E എന്ന് എഴുതിക്കൂടെ. നമ്മൾ നമ്പറാണ് നോക്കുന്നത്. Q ഇവിടെ തന്നിട്ടുണ്ട്, അതിനാണ് 41.6 × 10⁻⁻90. അങ്ങനെയാണെങ്കിൽ E എന്ന് പറഞ്ഞാൽ എത്ര, 1.6 × 10⁻⁻90. ഇത് രണ്ടും ക്യാൻസലായി പോയി. 41.6ൻ്റെ അകത്ത് 1.6 എത്ര ഉണ്ട്, അപ്പോൾ അത് ഏകദേശം എത്ര വരിക, 26 എന്ന് വരും. എത്രയാണ് വരിക, 26. അത് ഓക്കെ ആണല്ലോ, അതൊരു ഹോൾ നമ്പറാണ്. അപ്പോൾ ഈ വാല്യൂ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വാല്യൂ നമുക്ക് തന്നു, അതായത് 29.6 × 10⁻⁻90 ആണ്. ഇത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ N = Q/E എന്നല്ലേ നമ്മുടെ ഇക്വേഷന്. അതിൽ Qയുടെ വാല്യൂ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്, 29.6 × 10⁻⁻90 എന്ന് പറഞ്ഞു. ഡിവൈഡഡ് ബൈ E എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻90. ഈ -90 10⁻⁻90 കട്ടായി പോയി. ബാക്കി എത്ര, 29.6 × 1.6. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്ര വരിക, 18.5 എന്ന് വരിക. ഇത് സാറ്റിസ്ഫൈഡ് ആണോ? അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യില്ല, ഒരു വാല്യൂ നമുക്ക് എഴുതാൻ കഴിയില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇത്രയുമാണ് ആരുടെ പ്രോപ്പർട്ടീസ്, നമ്മുടെ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇലക്ട്രിക് ചാർജിൻ്റെ 5 പ്രോപ്പർട്ടീസുകൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിഫിക്കേഷൻ. എന്താ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജ് മേക്കിംഗ് ഓൺ എ ബോഡി. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജ് മേക്കിംഗ് ഓൺ എ ബോഡി. അതായത് ഒരു ബോഡീൻ്റെ അകത്ത് ചാർജ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറയുക നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി അത് പറയണ്ടല്ലോ, എന്താ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ബോഡിയുടെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ, അതായത് ചാർജിനെ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്ന, ചാർജിനെ മേക്ക് ചെയ്യുന്ന പ്രോസസ്സ്. ചാർജ് ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ചാർജിന് നമ്മൾ കൊടുക്കുക. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുക, ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയാം. ഈ ഇലക്ട്രിഫിക്കേഷന് 3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യണം, വിശദമാക്കി പറയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ആറ്റം, ഹൈഡ്രജൻ ആറ്റം ആണെന്ന് കരുതാം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അകത്ത് എന്തുണ്ടാകും, എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് നമുക്കറിയാം ഒരു പ്രോട്ടോൺ ഉണ്ടാകും, ഒരു ന്യൂട്രോൺ ഉണ്ടാകും. പ്രോട്ടോണിൻ്റെ സൈൻ എന്താ, പോസിറ്റീവാണ്. ന്യൂട്രോണിൻ്റെ സൈന് എന്തില്ല, അതിന് ചാർജ് ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള ഇതെന്താ, ഒരു ഓർബിറ്റാണ്. ആ ഓർബിറ്റിൻ്റെ ഒരു ഷെല്ല്, ആ ഷെല്ലിൽ നമ്മൾ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ പുറത്താണ്, ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോൺ.
ഇവിടുന്ന് പ്രോട്ടോൺ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ്ലി ബൗണ്ട് ചെയ്ത് ഉള്ളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിരിക്കുക. അതിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് എടുക്കാൻ നമുക്കെന്ത് സാധ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും പെട്ടെന്ന് ഒരു എനർജി, ഒരു പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു എന്ത് ചെയ്യുന്ന ഒരു എനർജി കിട്ടുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആരാ, ഇലക്ട്രോണാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മളൊരു എനർജി കൊടുക്കുന്നത്, നമുക്കറിയാം ലൂസ്ലി ബൗണ്ടഡ് ആറ്റം ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോങ്ലി ബൗണ്ടഡ് ആറ്റം ഉണ്ട്. എന്താ ലൂസ്ലി ബൗണ്ടഡ് ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എനർജി അങ്ങോട്ട് കിട്ടുമ്പോഴേക്കും അതിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണുകൾ, ആ ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാകുന്ന അത്തരം എന്ത് ചെയ്യുന്നുണ്ട് ആറ്റംസിനാണ് ലൂസ്ലി ബൗണ്ടഡ് ആറ്റംസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ബോണ്ടഡ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നന്നായിട്ട് എന്തുണ്ട്, നമുക്ക് നമ്മൾ എനർജി കൊടുത്താൽ പോലും അതിൻ്റെ അകത്തുനിന്ന് എന്ത് പോവില്ല, ഈ പറയുന്ന ഇലക്ട്രോൺ പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ആകില്ല. അപ്പം ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു എനർജി കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇവിടുന്ന് കണ്ട് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ആകണം. അങ്ങനെ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ, ഒരു മൈനസ് പോവല്ല ചെയ്തത്. ഇവിടെ എന്തുണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. അത് ഇലക്ട്രിക്കലി എന്താണ്, ന്യൂട്രലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു നെഗറ്റീവ് പോയി, അതിൻ്റെ അർത്ഥം ഇവിടെ ആര് ആയിന്ന, പോസിറ്റീവ് ആയിന്ന. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്ത് ചാർജ് പ്രൊഡ്യൂസ് ചെയ്തു, പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്തു, അഥവാ കിട്ടിയെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് കിട്ടിയ ഒരാളുണ്ടാവുമല്ലോ, ആർക്കാണോ അത് ഗെയിൻ ചെയ്തത് അഥവാ കിട്ടിയത് അയാൾക്ക് എന്തായിരിക്കും സൈൻ ഉണ്ടാവുക, നെഗറ്റീവ് സൈനാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് ചാർജ് അയാളിൽ എന്ത് ചെയ്തു, അയാളിൽ രൂപപ്പെട്ടു. ക്ലിയർ ആണല്ലോ. ഈ രീതിയിലാണ് ചാർജിന് എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചാർജിനെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് 3 മെത്തേഡ്സ് പറയുന്നുണ്ട്. ആ 3 മെത്തേഡ്സുകളാണ് എന്തെന്ന് പറയുന്നത്, ഒന്ന് കണ്ടക്ഷന്, മറ്റൊന്ന് ഇൻഡക്ഷന്, മറ്റൊന്ന് ഫ്രിക്ഷന്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫ്രിക്ഷന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടക്ഷനാണ്. അതിന് മുമ്പേ ഞാനൊരു കാര്യം പറയുകയാണ്. ഇവിടെ നോക്കുക, നമ്മൾ കണ്ടക്ഷനും ഇൻഡക്ഷനും സാധാരണഗതിയിൽ ഒരു കണ്ടക്ടറിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ചാർജിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ചാർജിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 പ്രോസസ്സാണ്, ഒന്ന് കണ്ടക്ഷനും മറ്റൊന്ന് ഇൻഡക്ഷനും. എന്നാൽ ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രോസസ്സ്. അപ്പോൾ എന്താ കണ്ടക്ടർ, എന്താ ഇൻസുലേറ്റർ എന്നൊക്കെ അറിയാമല്ലോ. ചാർജിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫ്ലോ ചെയ്യിക്കുന്ന ഒബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് പറയുക, കണ്ടക്ടർ. ചാർജ് ഫ്ലോ ചെയ്യാത്തവർക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പറയുക, ഇൻസുലേറ്റർ. അങ്ങനെയാണെങ്കിൽ കണ്ടക്ഷനും ഇൻഡക്ഷനും കണ്ടക്ടറിലും ഫ്രിക്ഷന് ഇൻസുലേറ്ററിലുമാണ് എന്ത് ചെയ്യുന്നത്, ചാർജിനെ മേക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടക്ഷൻ, എന്തായിരിക്കും കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, അതായത് ഒരു എന്ത് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിനെ എടുക്കുന്നത്, ഈ ഒബ്ജക്റ്റ് എന്താണ്, ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുന്ന ഒബ്ജക്റ്റാണ്. അതായത് അതിൻ്റെ അകത്ത് എന്തില്ല, ചാർജ് ഇല്ല. ചാർജ് ഉള്ളത് പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആയിട്ട് ഉണ്ട്, അതിൻ്റെ അർത്ഥം അതിന് ചാർജ് ഇല്ല എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് അതേ വലുപ്പത്തിൽ മറ്റൊരു എന്തുകൊണ്ട് വെക്കുന്നു, നമ്മൾ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചു. ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ആരുണ്ട്, +6 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചാർജസ് ഉണ്ട്. ഈ 6 ചാർജസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ഇതൊരു കണ്ടക്ടറാന്ന് പറഞ്ഞു, കണ്ടക്ടറിൻ്റെ അകത്താണല്ലോ ആര് നടക്കുക, കണ്ടക്ഷൻ നടക്കുക എന്ന് പറഞ്ഞു. ഈ കണ്ടക്ടർ ഉണ്ട്, ഇനി കണ്ടക്ടറിൻ്റെ അകത്ത് അവിടെ ഉണ്ടാകുന്ന ചാർജുകൾ ഈക്വലി ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കും. ഇവിടെ നോക്കിയാൽ 1ഉം 2ഉം ഇത് രണ്ടും തമ്മിലുള്ളതും ഇത് രണ്ടും തമ്മിലുള്ള അകലമൊക്കെ എന്താണ്, സെയിം ആണ്. അങ്ങനെ നിൽക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നത്, നമ്മളിത് ഇങ്ങോട്ട് ഇങ്ങനെ അടുപ്പിക്കുന്നത്, അതായത് ഇതിമ കൊണ്ടുപോയിട്ട് ടച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കണ്ടക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് മുട്ടിച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 3 ചാർജ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരും. 3 ചാർജിന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല, ഈ 3 ചാർജ് ലോസ് ആയിട്ട് വരും. മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 3 ചാർജുമായി, ഇവിടെ 3 ചാർജുമായി. ഓക്കെ, ഈക്വൽ ചാർജ് വരെ ആകുന്നത് വരെ എന്തുണ്ടാവുള്ളൂ, ഈ പറയുന്ന ട്രാൻസ്ഫറിങ് നടക്കുള്ളൂ. വേറൊരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റ്, ഈ 2 ഒബ്ജക്റ്റുകളും സെയിം സൈസും സെയിം വോളിയം, സെയിം സൈസ് അല്ലെങ്കിൽ സെയിം ഷേപ്പ്, അതുപോലെ തന്നെ മറ്റൊന്ന് നേച്ചർ ഓഫ് ദി ഒബ്ജക്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ഫറിങ്ങിലും ഡിഫറൻസ് വരാം. അതെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ പറയും പോലെ സെയിം നമ്പർ ഓഫ് ചാർജസിൻ്റെ ട്രാൻസ്ഫറിങ് എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഫിസിക്കലി കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അഥവാ അങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഈ ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇൻഡക്ഷന്? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു എന്താണ് അൺചാർജ്ഡ് ബോഡിയാണ്. ഓക്കെ, ഒരു അൺചാർജ്ഡ് സ്ഫിയർ കണ്ടക്ടറാണ്. അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നുണ്ട് കണ്ടക്റ്റിംഗ് ബോഡിയാണ്. ഓക്കെ, മെറ്റലായിട്ടുള്ള ബോഡിയാണ് കരുതുക. അതിന് നമ്മൾ എന്താക്കുന്നത്, ഒരു നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വെക്കുന്നത്. ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് അഥവാ അതിനുള്ളിൽ കൂടെ എന്ത് പോകുന്നില്ല, ചാർജ് ഒന്നും ഫ്ലോ ചെയ്യൂല, അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളെ കയ്യിൽ ഒരു ചാർജ്ഡ് ബോഡി ഉണ്ട്. ഈ ചാർജ്ഡ് ബോഡിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത് പ്ലസ് ചാർജസ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, 5 ചാർജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 5 ചാർജുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോഡി ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെച്ചു. ആ സമയത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആരുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇതിപ്പോൾ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ, അടുത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ, ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്ലസും മൈനസും ഈക്വൽ ആയിട്ടുണ്ടല്ലോ. അതിലെ ഈ മൈനസ് ആയിട്ടുള്ള ആളുകളൊക്കെ എങ്ങോട്ട് വന്ന് നിൽക്കും, ഇങ്ങോട്ട് വന്ന് നിൽക്കും. അപ്പോൾ മൈനസ് ചാർജുകൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ, പോസിറ്റീവും നെഗറ്റീവും എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം അങ്ങോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഒക്കെ എങ്ങോട്ട് പോയി നിൽക്കും, ഇവിടെ പോയി നിൽക്കും. കാരണം എന്താ, ഇവിടുത്തെ പോസിറ്റീവ് ഇവിടെ പോയി നിൽക്കാൻ കാരണം പോസിറ്റീവും റിപ്പൽ ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോസിറ്റീവൊക്കെ റിപ്പൽ ചെയ്യുന്നു, നെഗറ്റീവൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഇപ്പോഴും എന്തെന്നെയാണ് 2 ചാർജസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വലിക്കുന്നതോട് കൂടിയിട്ട് അതുപോലെ സാധാരണ പോലെ തന്നെ ന്യൂട്രൽ ആവും. ഇപ്പം എന്തില്ല, ചാർജ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അഥവാ എർത്ത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നത്, അവൻ കണക്ട് ചെയ്യുന്നത്. എന്താ എർത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്, അതായത് ചാർജ്ഡ് ബോഡിയെ എന്ത് ചെയ്യാണ് നമ്മൾ ആരുമായിട്ട്, മെയ്ഡ് വിത്ത് കോണ്ടാക്ട് വിത്ത് എർത്ത്. ഓക്കെ, ചാർജ്ഡ് ബോഡി മെയ്ഡ് കോണ്ടാക്ട് വിത്ത് എർത്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുത്തുന്ന പ്രോസസ്സാണെന്ന് പറയുക എർത്തിങ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഭൂമിയുമായിട്ട്. എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. ഇലക്ട്രോൺ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോണിന് ആവശ്യാനുസരണം എന്ത് ചെയ്യണം, നമുക്ക് ലഭിക്കും ചെയ്യും. അതുപോലെ തന്നെ അതിന് എന്ത് ചെയ്യും, നമുക്ക് ട്രാൻസ്ഫർ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. അതാണ് ഇലക്ട്രോൺ ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിനെ ഇതിന് കിട്ടും, അധികമായിട്ടുള്ള ഇലക്ട്രോൺ ഇതിന് ഇങ്ങോട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കുകയും ചെയ്യാം, എർത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എർത്ത് കണക്ഷൻ കൊടുത്തു. ഇപ്പം നമുക്കറിയാം ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന് ഈക്വൽ ആയിട്ടുള്ള ഇലക്ട്രോണുകളെ ഇവിടുന്ന് വിട്ടുകൊടുക്കും. ആ വിട്ടുകൊടുക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജും വരുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ചാർജും കൂടെ ക്യാൻസലായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോയി. റെഡിയല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്ക് പകരമായിട്ടുള്ള എന്ത് ചെയ്യുന്നില്ല, ഇവിടുന്ന് ഈ ഇലക്ട്രോണിനെ അങ്ങോട്ട് വലിക്കാത്ത എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ എന്തായി, ഈ പറയുന്ന പോസിറ്റീവ് ചാർജുകളൊക്കെ ഇവിടുന്ന് എന്തായിട്ടുണ്ട്, പോയി. കാരണം എവിടേക്ക് പോയി, എർത്തിലേക്ക് പോയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ എർത്ത് കണക്ഷൻ അങ്ങോട്ട് വേർതിരിക്കുന്നു. എർത്ത് കണക്ഷൻ ഇവിടുന്ന് ഒഴിവാക്കി. ഈ എർത്ത് കണക്ഷൻ ഇവിടെ ഒഴിവാക്കിയാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആര് മാത്രമേ ഉള്ളത്, നെഗറ്റീവ് മാത്രമായിട്ട് നിന്നു. അങ്ങനെയാണെങ്കിൽ അതും കഴിഞ്ഞ് നമ്മൾ എന്താക്കുന്നത്, നമ്മൾ കൊടുത്തിരുന്ന ചാർജ്ഡ് ബോഡി ഉണ്ടല്ലോ, ആ ചാർജ്ഡ് ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെല്ലെ അങ്ങോട്ട് കൊണ്ടുപോയത് മെല്ലെ വലിച്ച് മാറ്റി വെക്കുന്നു. റെഡിയാണല്ലോ? അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഈ ഇലക്ട്രോൺ മാത്രമല്ലേ ഇവിടെ ഉണ്ടാവുക. ഇനി ആ 5 ഇലക്ട്രോൺ എങ്ങനെ നിൽക്കും, പരസ്പരം എന്തായിട്ട് നിൽക്കും, നമ്മൾ ഇങ്ങനെ മാറിയിട്ട് എന്ത് ചെയ്യുന്നത്, ഈക്വൽ ഡിസ്റ്റൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏത് ചാർജ് ഉണ്ടായി, നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്തല്ലോ. ഇപ്പോൾ ചാർജ് നമ്മൾ മേക്ക് ചെയ്തില്ലേ. ഈ രീതിയിൽ ചാർജിനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്ത് പറയുക, കണ്ടക്ഷൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കാൻ നമ്മൾ കൊണ്ടുവച്ചത് ആരാ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജ്ഡ് ബോഡീസാണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാകും, പോസിറ്റീവ് ചാർജ് മേക്ക് ചെയ്യൂലേ. ക്ലിയർ അല്ലേ?
ഓക്കെയാണ്. അപ്പോൾ കണ്ടക്ഷൻ എന്താണെന്നുള്ളത് തിരിഞ്ഞിടണമല്ലോ. അപ്പോൾ കണ്ടക്ഷന് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. അതായത് ഇൻസുലേറ്റർ ആയിട്ടുള്ള മെറ്റീരിയലിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ? ഓക്കെ, ഫ്രിക്ഷൻ എന്താന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത് പഠിക്കുന്നത്. ഈ ഫ്രിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കറിയാം രണ്ട് ഒബ്ജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക പരസ്പരം റബ്ബ് ചെയ്യുക. ഇങ്ങനെ എന്ത് ചെയ്യുക രണ്ടാളെയും കൂടെ റബ്ബ് ചെയ്യുക. നമ്മൾ സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം തലയിൽ ഇങ്ങനെ നമ്മുടെ സ്കെയിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ പാനൊക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒബ്ജക്ട്സിനെ, അതായത് രണ്ട് ഒബ്ജക്റ്റുകളെ എന്ത് ചെയ്യേണ്ടത് നമ്മൾ റബ്ബ് ചെയ്യുക. ആ റബ്ബ് ചെയ്യുന്നതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് എന്തായാലും ലൂസ്ലി ബൗണ്ടഡ് ആയിരിക്കും, ഒന്ന് സ്ട്രോങ്ലി ബൗണ്ടഡ് ആയിരിക്കും. ആരാണോ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ആറ്റംസ് അവരെന്ത് ചെയ്യും ഈ പറയുന്ന ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. ആർക്കാണോ സ്ട്രോങ് ബൗണ്ടഡ് ആയിട്ടുള്ളത് അയാൾ ആ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് പോസിറ്റീവ് ചാർജും ഒരാൾക്ക് നെഗറ്റീവ് ചാർജും കിട്ടൂലേ. അത് തന്നെയാണെന്ന് പറയുന്നത് നമ്മൾ ഫ്രിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷനിൽ നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എങ്ങനെ ഈ പറയുന്ന ഫ്രിക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചാർജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഒബ്ജക്റ്റുകൾ എടുക്കുന്ന, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന ഗ്ലാസും അതുപോലെ തന്നെ സിൽക്ക് ആ രീതിയിലൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക ആർക്കാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ. കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസിൻ്റെ പേര് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, നെയിം ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒന്ന് ഗ്ലാസ്, ഓക്കെ, അതുപോലെ തന്നെ ഗ്ലാസ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഊള്, ഓക്കെ, ഗ്ലാസ് ഊള്, അതുപോലെ തന്നെ സിൽക്ക്, ഓക്കെ, സിൽക്ക്, അതുപോലെ തന്നെ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രോങ് മെറ്റൽ, ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ റബ്ബർ, ഓക്കെ, റബ്ബർ, അതുപോലെ തന്നെ റെസിൻ അല്ലെങ്കിൽ വാക്സ് കൂടാണ്ട് റെസിൻ, ഓക്കെ, ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇതിനെ സ്ട്രോങ് മെറ്റൽ അല്ലെങ്കിൽ ഹാർഡ് മെറ്റൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഹാർഡ് മെറ്റൽ. അപ്പോൾ ഹാർഡ് മെറ്റൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കുക. ഗ്ലാസ്, ഊള്, സിൽക്ക്, ഹാർഡ് മെറ്റൽ, റബ്ബർ, വാക്സ്, റെസിൻ, ഇത്രയും മെറ്റീരിയൽസ് ആണ് സാധാരണഗതിയിൽ നമുക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൽ ഗ്ലാസും ഊളും തമ്മിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ റബ്ബ് ചെയ്യുന്നത് കരുതുക. അപ്പോൾ ആർക്കാ പോസിറ്റീവ് ആർക്കാ നെഗറ്റീവ് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇയാൾക്ക് എന്ത് ചെയ്യും നമുക്ക് പോസിറ്റീവാണ് കിട്ടുക, ഇയാൾക്ക് എന്താ കിട്ടുക നെഗറ്റീവ്. അതിൻ്റെ അർത്ഥം ഇയാളിൽ നിന്ന് ഇയാളിലേക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ ആര് പോകുന്നത് ചാർജ് പോകുന്നത്. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേകം ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഗ്ലാസും സിൽക്കും ആണെങ്കിലോ അപ്പോഴും സിൽക്കിനാണ് എന്ത് ചെയ്യുക നെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ഓർഡർ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചാൽ ഇടതുവശത്തുള്ളത് ഇപ്പോൾ നമ്മൾ എഴുതുന്നതിൻ്റെ ഇടതുവശത്ത് എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് വരിക, വലതുവശത്ത് എന്തോ അതാണ് എന്ത് പറയുക നെഗറ്റീവായിട്ട് വരിക. ക്ലിയർ ആണല്ലോ. അതായത് ഇപ്പോൾ ഗ്ലാസും അതല്ലെങ്കിൽ ഊളും വാക്സും എടുത്തു, അതിലാരാ ലെഫ്റ്റ് സൈഡിൽ വരിക ഊളാണ്. അപ്പോൾ അതെന്താ പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ വാക്സ് എന്താ വാക്സ് നെഗറ്റീവായിട്ട് വരും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് ഓർത്തു വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പോൾ ഫ്രിക്ഷന് പറഞ്ഞു. ഇനി ഈ ഫ്രിക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ എയറോപ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യേണ്ടത് എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ. ഈ എയർക്രാഫ്റ്റിൻ്റെ എന്ത് ചെയ്യുന്നത് ടയർ സ്ലൈറ്റ്ലി എന്ത് ചെയ്യാറുണ്ട് മെറ്റലായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്ലൈറ്റ്ലി മെറ്റൽ എന്ത് ചെയ്യാറുണ്ട് അതിൻ്റെ കൂടുതൽ ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ് നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് എയറുമായിട്ട് എന്തുണ്ടാകും ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ എയറുമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഫുള്ള് ചാർജ് എന്ത് ചെയ്യുന്നുണ്ടാവും സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ ചാർജ് നേരെ ഇങ്ങോട്ട് വരുന്നിട്ട് നമ്മൾ ഈ എയർക്രാഫ്റ്റ് ഇങ്ങോട്ട് താഴേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ടയറുമായിട്ട് എന്ത് ചെയ്യും ഒന്ന് ഹിറ്റ് ചെയ്യും. ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ചിലപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട് പെട്ടെന്ന് നമ്മുടെ ഈ ചാർജിൻ്റെ ഡിസ്ചാർജിങ് പെട്ടെന്ന് നടക്കും. ആ ഡിസ്ചാർജിങ് പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് ഒരു സ്പാർക്കൊക്കെ ഉണ്ടായിട്ട്
അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേ പ്രകാരമാണ് നമുക്ക് ലോറി ഉണ്ടല്ലോ, ലോറി, ടാങ്കർ ലോറിയൊക്കെ, അതിൻ്റെ അകത്തും ഇതേപോലെ തന്നെ പരിപാടി ചെയ്യാറുണ്ട്. അതിൻ്റെ താഴെ ഒരു ചങ്ങല ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാണാറുണ്ട്. ഈ ചങ്ങല എന്തിനാണ് തൂക്കിയിട്ടുള്ളത്? ചങ്ങല തൂക്കിയിടുന്നത് തന്നെയാണ് വലിയ ലോറിയൊക്കെ ആകുമ്പോൾ, ടാങ്കർ ലോറിയൊക്കെ ആകുമ്പോൾ അതിൽ നമ്മളെന്താ ഫ്യൂവലാണ് ഉണ്ടാവുക, പെട്ടെന്ന് ബേൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് വലിയൊരു ബോഡിയാണ്. ആ ബോഡി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എർത്ത് നമ്മുടെ ആരിലൂടെ നമ്മുടെ എയറിൽ നിന്ന് ഫ്രിക്ഷൻ കാരണം ഒരു ചാർജ് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ട് കുറേ ഇങ്ങനെ ചാർജസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. പെട്ടെന്ന് ഡിസ്ചാർജിങ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിനും ഇതുപോലെ ബേൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊന്നാണ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഇലക്ട്രോസ്കോപ്പ് എന്താണ്? ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്തിനെ, ഈ ചാർജിൻ്റെ പ്രസൻസിനെ അറിയാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ചാർജസ്, ചാർജിൻ്റെ പ്രസൻസിന് കണ്ടെത്താൻ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ആയിരുന്നു അത് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഫിഗറാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഒരു മെറ്റൽ നോബ് ഉണ്ട്, മെറ്റൽ നോബ്, ഓക്കെ, ഒരു മെറ്റൽ നോബ്. കൂടാണ്ട് ഈ മെറ്റൽ നോബ് നിന്ന് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു മെറ്റൽ റോഡ് കൊടുക്കുന്നുണ്ട്, ഒരു മെറ്റൽ റോഡ്, ഓക്കെ, ഒരു മെറ്റൽ റോഡ്. ഈ മെറ്റൽ റോഡ് നമ്മൾ എന്തിൻ്റെ അകത്താക്കുന്നത്, ഒരു എന്തോ ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു എന്തിൻ്റെ അകത്ത് നമ്മൾ ഒരു എന്തോ ഒരു പാത്രം എടുത്തു, ഓക്കെ. അപ്പോൾ ഇൻസുലേറ്റർ ആയിട്ടുള്ള എന്തോ ഒരു ഒബ്ജക്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്ന രീതിയിൽ ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കുക. ഇവിടെ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കറക്റ്റ് അതിനെ നിൽക്കാൻ പാകത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ഓക്കെ, കറക്റ്റായിട്ട് സ്റ്റേണായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, രണ്ട്, ഇവിടെ നോക്കുക, ഈ രണ്ടെണ്ണം, അതായത് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന രണ്ടെണ്ണം രണ്ട് ലീഫാണ്, ഓക്കെ, അതായത് ഗോൾഡ് ലീഫ് എന്ന് പറയും, ഓക്കെ, ഗോൾഡിൻ്റെ എന്ത് ലീഫ്, അലുമിനിയം ഫോയിൽ എന്നൊക്കെ പറയുന്ന പോലെ അലുമിനിയത്തിൻ്റെ ഫോയിലിനെ പോലെ തന്നെയുള്ള ഗോൾഡ് ഫോയിൽ, ഓക്കെ. അപ്പോൾ ഗോൾഡ് ഫോയിലായിട്ടുള്ള രണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഇത് മൊത്തത്തിൽ ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ടോട്ടലി ആയിട്ട് ഇത് ന്യൂട്രലൈസ് ചെയ്ത് നിൽക്കുക. ഇതിൻ്റെ അകത്ത് പോസിറ്റീവും നെഗറ്റീവും ഈക്വലാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഒബ്ജക്റ്റ് കൊണ്ടുവരുന്നത്, ചാർജ്ഡ് ഒബ്ജക്റ്റിനെ കൊണ്ടുവരുന്നത്. നേരത്തെ അടുത്തതുപോലെ തന്നെ നമ്മളൊരു ചാർജ്ഡ് ഒബ്ജക്റ്റിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ ഈ പോസിറ്റീവ് ചാർജ് ആണല്ലോ, അപ്പോൾ ഇവിടെ ആര് വരും, ഇതിൻ്റെ അടുത്തേക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ വരിക, ഓക്കെ, നെഗറ്റീവ് ചാർജസ്, ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് ചാർജസും എങ്ങോട്ട് വരും, ഇതിൻ്റെ ഇവിടേക്ക് വരും. പക്ഷേ ഇവിടുന്ന് പോസിറ്റീവ് ചാർജൊക്കെ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം പോസിറ്റീവ് റിപ്പൽ ചെയ്യും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതിനെ എന്താക്കും, അതിൻ്റെ നേരെ റിപ്പൽ ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജസ് എവിടെ പോയി നിൽക്കുക, ഇവിടെ അല്ലേ നിൽക്കുക. അപ്പോൾ പോസിറ്റീവ് ചാർജ് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുക. നമ്മൾ നോക്കിയേ, ഇവിടെ പോസിറ്റീവ് ചാർജസ് ഒക്കെ ഇങ്ങോട്ട് വന്നു, നെഗറ്റീവ് ചാർജസ് ഒക്കെ ഇങ്ങോട്ട് പോയി. ഇവിടെ പോസിറ്റീവും ഒരുമിച്ച് വന്നാൽ ഇതിങ്ങനെ നിൽക്കുമോ? ഇല്ല, അതെന്താകും, ഇങ്ങനെ ഇങ്ങോട്ട് മാറും. അതായത് പോസിറ്റീവും വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ അകത്ത് പോസിറ്റീവും ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതെങ്ങനെ നിൽക്കും എന്നാ പറയുക, അതായത് അത് പരസ്പരം എന്ത് ചെയ്യും, റിപ്പൽ ചെയ്ത് നിൽക്കും, ഇങ്ങനെ നിൽക്കുക. പോസിറ്റീവ് എന്നോണ്ടാ, ഇത് പോസിറ്റീവാണ് ഇതും പോസിറ്റീവാണ്, അപ്പോൾ റിപ്പൽ ചെയ്ത് മാക്സിമം റിപ്പൽ ചെയ്ത് നിൽക്കും. നമ്മൾ പറഞ്ഞു ഇതൊരു ഗ്ലാസ് പോലെയുള്ള ടൈപ്പുള്ള ഒബ്ജക്റ്റാന്ന് പറഞ്ഞു, അതിൻ്റെ ഉള്ളിലൂടെ നമുക്കിത് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവിടെ എന്തുണ്ട്, നമ്മൾക്ക് എന്ത് ചാർജസ് ഉണ്ട് എന്ന് പറയാം. ചാർജ് ഉണ്ട് എന്നുള്ളത് കൺഫേം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് നേരത്തെ നിന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തില്ല, ചാർജ് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുണ്ടോ, ഇതിങ്ങനെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽ ചെയ്യുന്നുണ്ടോ, അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ഉണ്ട്. റിപ്പൽ ചെയ്യുന്നില്ലേ, ചാർജ് ഇല്ല. അപ്പോൾ ചാർജിൻ്റെ പ്രസൻസ് അറിയാമല്ലോ. പക്ഷെ ചാർജ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഈ നമ്മുടെ ആരുപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഫിഗറിലെ ഓരോ ടേംസും എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് കൂളംസ് ലോ. ഓക്കെ, എന്താണ് കൂളംസ് ലോ പറയുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഏത് ക്ലാസ്സിൽ, നമ്മുടെ +1 ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ ലോ.
ഓക്കെ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ന്യൂട്ടൻ്റെ ഒരു ലോ പഠിക്കുന്നുണ്ട്. അവിടെ എന്താ പഠിക്കുന്നത്? എല്ലാ നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡീസും മ്യൂച്വലി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ, അപ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? F is directly proportional to m1 into m2 എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ F is directly proportional to 1/d². എന്തെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്, ആ രണ്ട് ഒബ്ജക്റ്റുകളുടെ സെൻറ്റേഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D ആണ് അല്ലെങ്കിൽ R ആണ്. അപ്പോൾ രണ്ടാലും ഒന്ന് എടുക്കാം. അപ്പോൾ D ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ D എന്ന് കൊടുത്തു. m1 എന്ന് പറയുന്നത് ഇതിൻ്റെ മാസാണ്, m2 എന്ന് പറയുന്നത് ഇതിൻ്റെ മാസാണ്. ഈ രണ്ട് ഒബ്ജക്റ്റുകൾ മ്യൂച്വലി എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? മാസുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മാത്രമല്ല അതിൻ്റെ എന്ത് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ എഴുതാറുണ്ട്? F is directly proportional to m1 m2/d² എന്ന് എഴുതാറില്ലേ? അതേ പ്രകാരം F is equal to നോക്കുമ്പോൾ G into m1 m2/d² എന്ന് എഴുതാറുണ്ട്. നമുക്കറിയാം ജിയുടെ ഒരു വാല്യൂ ഒക്കെ ഉണ്ട്. എത്രയാണ്? 6.65 ഇൻറ്റു അല്ലെങ്കിൽ 6.67 ഇൻറ്റു 10⁻⁻11 എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വാല്യൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ജിക്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ രീതിയിലാണ് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷൻ അഥവാ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ പറയുന്നത്. അതേ പ്രകാരം തന്നെ ഇവിടെ രണ്ട് എന്താണ്? ബോഡിയാണ് അഥവാ രണ്ട് ഒബ്ജക്റ്റുകളാണ് എടുത്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് രണ്ട് എന്ത് ചെയ്യേണ്ടത്? ചാർജുകളാണ്. രണ്ട് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. രണ്ട് എന്ത് ചെയ്യുക? ഒന്ന് പോസിറ്റീവ് ആകാം, ഒന്ന് നെഗറ്റീവ് ആകാം. ഞാനിവിടെ എടുക്കുന്ന ഒരു +Q ഒരു +Q, രണ്ട് പോസിറ്റീവ് ചാർജുകൾ എടുത്തു. ഇവർ റിപ്പൽ ചെയ്യുന്നുള്ളത് ഉറപ്പാണല്ലോ? ആണ്. അങ്ങനെയെങ്കിൽ ഇവരുടെ ഡിസ്റ്റൻസ്, ഓക്കെ, ഇവരുടെ മാസുകൾ, ഇവരുടെ ഈ പറയുന്ന ചാർജുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണെന്ന് കരുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിടക്കും എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഒരു ഫോഴ്സ് ഉണ്ടെന്നാണ് ആര് പറയണത്? കൂളംബ് എന്ന് പറയുന്ന ആള് അഥവാ ശാസ്ത്രജ്ഞന് അഥവാ സയൻറ്റിസ്റ്റ് പറയുന്നത്. റെഡിയാണല്ലോ? ആ സയൻറ്റിസ്റ്റ് പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഇവർ പറയുന്നത് രണ്ട് ചാർജുകൾ മ്യൂച്വലി എന്ത് ചെയ്യുന്നുണ്ട്? അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ട്. ഇവിടെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നത്. എന്നാൽ കൂളംസ് ലോയിൽ എന്തുണ്ട്? ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഉണ്ട് അല്ലെങ്കിൽ റിപ്പൾഷനും ഉണ്ട്. കാരണം എന്താ? ഇവിടെ രണ്ട് ബോഡീസ് ആയിരുന്നു, ഇവിടെ രണ്ട് ചാർജസ് ആണ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് അട്രാക്റ്റ് ചെയ്യും. എന്തോ ആവട്ടെ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും രണ്ട് ചാർജുകൾ എടുക്കുന്ന അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ട് എന്ന് ഉറപ്പാണല്ലോ. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ എന്ന് പറയുന്നത് അഥവാ F എന്ന് പറയുന്നത് ഈ ചാർജുകളുടെ എന്തിന്? പ്രോഡക്റ്റിന് അഥവാ Q1 ഇത് Q2, അപ്പോൾ Q1 Q2 ചാർജുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മാത്രമല്ല ചാർജിൻ്റെ എന്തിന്? നമ്മൾ ഈ ചാർജുകൾ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇങ്ങനെയല്ല എഴുതുക. അപ്പോൾ ഇതെന്ത് ചെയ്യണം? നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? പറയാണ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഓഫ് എനി ടു ചാർജസ്, രണ്ട് ചാർജുകൾക്കിടക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ടു ചാർജസ്, പ്രോഡക്റ്റ് ഓഫ് ടു ചാർജസ് അഥവാ മാഗ്നറ്റ്യൂഡ് ഓഫ് ടു ചാർജസ്, പ്രോഡക്റ്റ് ഓഫ് മാഗ്നറ്റ്യൂഡ് ഓഫ് ടു ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണെന്ന് പറയുന്നത് കൂളംസ് ലോ പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, രണ്ട് ചാർജുകളുണ്ട്, ആ രണ്ട് ചാർജുകൾ ഒരു ഡിസ്റ്റൻസിൽ വെച്ചു. ആ രണ്ട് ചാർജുകൾക്ക് ഇടയ്ക്ക് ആ രണ്ട് ചാർജുകൾ ഒന്ന് Q1 ആണ്, മറ്റൊന്ന് Q2 ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ് എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള എന്തുണ്ടാകും? ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? Q1നും Q2നും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അവരുടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? കൂളംസ് ലോ പറയുന്നത്. അപ്പോൾ കൂളംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് is directly proportional to the product of magnitude of two charges and inversely proportional to the square of the distance between these two charges.
ഇതാണ് എന്തെന്ന് പറയുന്നത് കൂളംസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെന്ത് ചെയ്യണം, ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതി വെക്കുക. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ എന്താണ് ആർ സ്ക്വയർ. ഇതിനെ മാറ്റി എഴുതിയാൽ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് കെ ആണെങ്കിൽ കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ കെക്ക് ഒരു വാല്യൂ ഉണ്ട്, ഒരു SI യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ SI ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് പ്രകാരം ഒരു എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4πε0. എന്താ ഈ ε0 എന്ന് പറഞ്ഞാൽ? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ എപ്സിലോൺ എന്ന് പറയുക. ഒരു ഒബ്ജക്റ്റിൻ്റെ പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. അപ്പോൾ ഇവിടെ എയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫ്രീ സ്പേസ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതുക, ε0 എന്ന് എഴുതുക. ഇതിനെന്താ പറയുക, എപ്സിലോൺ. ഒന്നുകൂടെ നോക്കണേ, എപ്സിലോൺ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വിളിക്കുക. അപ്പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 1/4πε0. ഇതിനൊരു വാല്യൂ ഉണ്ട്, ε0ക്ക് ഒരു വാല്യൂ ഉണ്ട്, 8.85 × 10⁻⁻12. ഓക്കെ, 8.85 × 10⁻⁻12, അതായത് കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ε0ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവുക. കെയുടെ വാല്യൂവിൽ അപ്ലൈ ചെയ്യാൻ പോവുക. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ എന്താ 3.14. ഓക്കെ, ഇൻറ്റു ε0യുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 8.85 × 10⁻⁻12. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 × 10⁻9 എന്ന് കിട്ടും. 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. ഇങ്ങനെ ഒരു യൂണിറ്റിൽ നമുക്ക് ചെയ്യാം, അതിനെ എഴുതാം. അപ്പോൾ കെയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മളെ ഇക്വേഷന് ആരുടെ കൂളംസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? എഫ് ഈസ് ഈക്വൽ ടു 9 × 10⁻9 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ε0 എന്താന്നുള്ളത് ഓക്കെ അല്ലേ? ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീഡിയത്തിൻ്റെ എല്ലാ മീഡിയങ്ങൾക്കും ഒരു പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്താന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ, അഥവാ എപ്സിലോൺ എന്നുള്ളതിനെ പറയാം. ε0 എന്ന് പറഞ്ഞാൽ ആ മീഡിയം എന്തായിട്ട് മാറി, ഒന്നുകിൽ എയർ അല്ലെങ്കിൽ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ്, ഏതെങ്കിലും ഒന്ന് ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയത്തിൻ്റെതാണെങ്കിലോ, ഒരു മീഡിയത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രണ്ട് ചാർജസിനെ കൊണ്ടുവച്ചത് ഫ്രീ സ്പേസിലാണെങ്കിലാണ് ഈ ഇക്വേഷൻ വരിക, ഈ വാല്യൂ ഒക്കെ വരിക, ഈ പറയുന്ന 1/4πε0 എന്ന് പറയുന്ന വാല്യൂ ഒക്കെ വരിക. റെഡി ആണല്ലോ? ഇപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 അല്ലെ, 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി കൂടെ. ഇതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, നമ്മുടെ കൂളംസ് ലോന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം ε0 മാറും, എന്നിട്ട് എന്താകും, എപ്സിലോൺ എന്നാകും. എന്താകുമ്പോൾ എനി അതർ മീഡിയം ആകുമ്പോൾ, ഈ വെച്ചിരിക്കുന്നത് ഫ്രീ സ്പേസിലായതുകൊണ്ടാണ് ε0. ഫ്രീ സ്പേസ് അല്ലാണ്ട് മറ്റേതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ അകത്താണ് ഈ രണ്ട് ചാർജസ് കൊണ്ട് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതെന്താകും, ε0 എന്നുള്ളത് എന്തായിട്ട് മാറും, എപ്സിലോൺ ആയിട്ട് മാറും. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കൂളംസ് ലോ പ്രകാരമുള്ള ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതെന്തല്ല, മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുകൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു വെക്കുക. കൂടാണ്ട് ഇത് അട്രാക്റ്റീവ് മാത്രമാണ്, ഇത് അട്രാക്റ്റീവും റിപ്പൾഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം കൂടെ നമ്മൾ ഈ പറയുന്ന കൂളംസ് ലോയിൽ ഓർത്തു വെക്കുക. കൂളംസ് ലോ പ്രകാരമുള്ള നമ്മളിപ്പോൾ രണ്ട് ചാർജസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറ്റം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കിട്ടാൻ
വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ പറയും പോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി അതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തീർച്ചയായിട്ടും വരും ചാപ്റ്ററുകളും ഇതിൻ്റെ ബാക്കിയുമെല്ലാം നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയപ്പെട്ട നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ക്ലാസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണമെന്ന് കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക്സ്.